ശാലോം ടിയുടെ എല്ലാ പ്രേക്ഷകർക്കും മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട മാത്യു ഡാനിയൽ അച്ഛൻ ഉണ്ട്. അച്ഛാ, ഇന്ന് നമ്മൾ സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെയായി എല്ലാവരും അറിയപ്പെടുന്ന ചില ഗാനങ്ങളിൽ ഏറ്റവും പ്രമുഖമായ ഗാനം ദുഃഖത്തിൻ്റെ പാനപാത്രം എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ആ ഗാനം വളരെ പ്രശസ്തമാണ്. നമ്മളും നിരന്തരം ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ മരണഭവനങ്ങളിൽ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു ഗാനവുമാണ്. ആ ഗാനത്തെക്കുറിച്ച് അതുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അച്ഛനൊന്ന് പറയാമോ? ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവ് എൻ്റെ കയ്യിൽ തന്നാൽ എന്നാരംഭിക്കുന്ന ഈ ഗാനം സാറ് പറഞ്ഞ ഏറ്റവും പ്രസിദ്ധമാണ്. പ്രത്യേകിച്ച് വിലാപഭവനങ്ങളിൽ, വിലാപയാത്രയിൽ ഒക്കെ കൂടുതലായി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഏറ്റവും പോപ്പുലറായിട്ടുള്ളതെന്ന് പറയുന്നത്. ഈ ഗാനത്തിൻ്റെ രചനയെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഏറ്റവും പ്രചാരത്തിലുള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചു കിടക്കുമ്പോൾ ആ കുഞ്ഞിനെ കയ്യിലേന്തിക്കൊണ്ട് പാടിയ പാട്ടാണ് എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു പ്രചാരം ഇതിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇത്രയും അർത്ഥസാന്ദ്രമായ ഒരു ഗാനം അങ്ങനെ ഒരു കുഞ്ഞിനെ മടിയിലേന്തിക്കൊണ്ട് ഒരു പിതാവ് പാടിയതാണ് എന്ന് പറയാൻ ഒരു പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഗാനത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അപ്പോഴാണ് അതിന് വ്യത്യസ്തമായ ഒരു രചനാതലം ഉണ്ട് എന്നുള്ള വസ്തുത എനിക്ക് ബോധ്യമാകുമെന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചുകുഞ്ഞുപദേശിക്ക് 3 മക്കളാണ്. ഒരു മകളും 2 ആൺമക്കളും. മൂത്ത മകൻ്റെ പേര് വർഗീസ് കുട്ടി, ഇളയവരുടെ പേര് ശമുവേൽ കുട്ടി എന്നാണ്. ഈ ശമുവേൽ കുട്ടി 12 വയസ്സായ സമയത്ത് അകാലത്തിൽ ഈ കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറയുന്നത്. ഉപദേശി എവിടെയോ ഒരിടത്ത് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത ശുശ്രൂഷ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇതറിഞ്ഞ് അദ്ദേഹം വരുമ്പോൾ ഈ കുഞ്ഞ് തറയിൽ കിടന്ന് ഉരുളുന്നതാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് ആ വസ്തുത. അപ്പോൾ ആ അകാലത്തെ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്നാൽ തമ്പുരാൻ്റെ ഹിതമല്ല, അതല്ല എന്ന് തിരിച്ചറിയുന്നു. ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് നമ്മൾ അറിയപ്പെടുന്നതാണ്. എന്നാൽ ആ പശ്ചാത്തലത്തിൽ രചിച്ച വേറെ 2 ഗാനങ്ങളുണ്ട്. എൻ്റെ മകനെ ശമുവേൽ കുട്ടി, നീ എൻ്റെ പാപം മൂലമാണല്ലോ മരണമടയുന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഈ ഗാനം അവിടെ ആ സമയത്ത് എഴുതിയതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുക. അതിൻ്റെ സന്ദർഭം കൊച്ചുകുഞ്ഞുപദേശി സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞ ഒരു വസ്തുത എന്ന് പറയുന്നത്, വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം, ഏതാനും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ ഉപദേശി വീട്ടിലൊരിക്കൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ ഒരു യൗവനക്കാരനെ വിളിച്ച് ഭാര്യ കിളപ്പിക്കുന്നു, ജോലി ചെയ്യിക്കുന്നു. അപ്പോൾ അത് ഈ മകൻ്റെ സമപ്രായക്കാരനാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു കാര്യം ഉണർന്നു, എൻ്റെ മോൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രത്തോളം കാണുമായിരുന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ താൻ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും ദൈവകരങ്ങൾ സ്വീകരിച്ച ആ ദുഃഖത്തിൻ്റെ പാനപാത്രം അനുഭവിച്ച ആ ഒരു സന്ദർഭത്തെ പുനരനുഭവിക്കുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭക്തി നിർഭരമായ, പ്രത്യാശ നിർഭരമായ മനസ്സിൽ നിന്ന് ഉറവെടുത്ത ഗാനമാണ് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവ് എൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടും എന്ന് പറയുന്ന ഈ ഗാനം. നമുക്ക് ഈ ഗാനം ഒന്ന് കേട്ടാലോ അച്ഛാ? അതെ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാ
താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യമെന്തു തരും? ആത്മക്ലേശമത്തിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മോടി പോലെ ക്രൂശിൻ നിണം മാത്രം മതി. ഉള്ളിലെനിക്കെന്തു സുഖം, തേജസ്സേറും കേഴുവികൾ കൂടാരത്തിനകത്തുണ്ട്. ശെക്കേനയുമുണ്ടവിടെ. ഭക്തന്മാരാം സഹോദരർ വിളക്കുപോൽ കൂടെയുണ്ട്. പ്രാർത്ഥനയിൻ ധൂപമുണ്ട്. മേശമേലെന്നപ്പം ഉണ്ട്. പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവനത്രേ എന്നുമെൻ്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വച്ചിട്ടുള്ള പിച്ചള തൊട്ടിയുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. അച്ഛാ, നമുക്ക് ഉപദേശിയുടെ മറ്റൊരു
ഗാനം, അതായത് നിനക്ക് വേണ്ടി ഞാൻ ധരയിൽ എന്തു വേണമോ, വളരെ പ്രശസ്തമായ ഒരു ഗാനമാണ്. അത് വളരെ നന്നായിട്ട് അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആ ഗാനത്തെക്കുറിച്ച് അച്ഛൻ്റെ ഒരു അറിവ്, അത് എഴുതാനുണ്ടായ സാഹചര്യം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എഴുതാനുള്ള സാഹചര്യം നമുക്ക് വേണ്ട പോലെ വ്യക്തമായിട്ട് അറിയാൻ നിർവാഹമില്ല. പക്ഷെ വളരെ പ്രത്യാശ തുടിക്കുന്ന ഒരു ഗാനമാണെന്നുള്ളതാണ്. കാരണം അല്ലയോ ദൈവമേ, നിനക്ക് വേണ്ടി ഞാൻ ഈ ഭൂമിയിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ അത് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഈ ലോകത്തെ അധികാരികളെക്കുറിച്ച്, രാജാക്കന്മാരെക്കുറിച്ച്, സൈന്യത്തെക്കുറിച്ച്, യുദ്ധത്തെക്കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഇതൊന്നും വരുന്ന രാജ്യത്ത് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വരുന്ന രാജ്യത്തിന് വേണ്ടി ഒരുക്കത്തോടെ കാത്തിരിക്കുക, അതിന് പ്രത്യാശ നിർഭരമായൊരു ഭാവി, ഇതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്ത. ഇതാണ് ഈ ലോക ജീവിതം ഒരുക്കത്തോടെ ആയിരിക്കണം. അതൊരു 17 സ്റ്റാൻസകളിലൂടെ പറഞ്ഞു വയ്ക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞതാണ്. വളരെ ധ്യാനാത്മകമായ ഒരു വ്യക്തിയുടെ സമർപ്പണമുണ്ട്. കാരണം ദൈവമേ, നിനക്ക് വേണ്ടി തറി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതിന് ഞാൻ സമർപ്പിതനാകുന്നു. ആ ഒരു ആശയം അന്തർധാരയായിട്ട് മറ്റുള്ളവർക്ക് ഒരു ആഹ്വാനം പോലെയും ഈ ഗാനത്തെ നമുക്ക് എടുക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഗാനം നമുക്കൊന്ന് കേൾക്കാം. നിനക്കു വേണ്ടി ഞാൻ ധരയിലെന്തു വേണമോ, എനിക്കു വേറില്ലാശയൊന്നെൻ്റെ യേശു മാത്രമേ, എനിക്കു വേറില്ലാശയൊന്നെൻ്റെ യേശു മാത്രമേ. തരുന്ന ദൂതുകൾ ആർക്കും ധൈര്യമോതിടാം, വരുന്നതെന്തും വരട്ടെന്നല്ലാതെനിക്കു പാടില്ല, വരുന്നതെന്തും വരട്ടെന്നല്ലാതെനിക്കു പാടില്ല. കുരിശിൽ തൂങ്ങിയോൻ വരുന്നു രാജരാജനായി, ധരയിൽ അവന് ചേർവിടിപ്പാനുള്ളം കൊതിക്കുന്നു, ധരയിൽ അവന് ചേർവിടിപ്പാനുള്ളം കൊതിക്കുന്നു. യേശു വരുന്നേ തന്റെ രാജ്യം സ്ഥാപിപ്പാൻ, നാശമില്ല രാജ്യമതിലെ രാജനു താനേ, നാശമില്ല രാജ്യമതിലെ രാജനു താനേ.
വരുന്നു രാജ്യത്തിൻ യുദ്ധ സൈന്യമില്ലാതാൻ. വരുന്ന രാജ്യവാസികൾക്കു ഭരണം സ്നേഹമേ. വരുന്ന രാജ്യവാസികൾക്കു ഭരണം സ്നേഹമേ. ദേശം ദേശമായി യേശു ഭരണം ചെയ്യുമ്പോൾ മോശക്കാരെന്നിവിടെ കണ്ടോർ കൂടെ വാണിടും. മോശക്കാരെന്നിവിടെ കണ്ടോർ കൂടെ വാണിടും. നിനക്കു വേണ്ടി ഞാൻ ധരയിലെന്തു വേണമോ? എനിക്ക് വേറില്ല ആശയൊന്നെൻ്റെ യേശു മാത്രമേ. എനിക്ക് വേറില്ല ആശയൊന്നെൻ്റെ യേശു മാത്രമേ. അതുപോലെ മനോഹരമായ മറ്റൊരു ഗാനമുണ്ട്, കർത്താവേ നിൻ രൂപം മാത്രം. വളരെ അർത്ഥവത്തായി എഴുതിയിട്ടുള്ളൊരു പാട്ടാണ്. യേശുവിൻ്റെ ജനനം മുതൽ ജീവിതം, മരണം, രണ്ടാമത്തെ വരവ്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ഗാനമാണ്. അത് നന്നായി രചിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഗാനത്തെക്കുറിച്ച് ഒന്ന് പറയാമോ ചാ? ഒരു ഭക്തൻ തൻ്റെ ആരാധനാമൂർത്തിയെ ഭജിക്കുന്ന അല്ലെങ്കിൽ രൂപം വർണ്ണിക്കുന്ന ശൈലി മലയാളത്തിലും സംസ്കൃതത്തിലും ഒക്കെ നേരത്തെ ഉള്ളതാണ്. അപ്പോൾ അതുപോലെ യേശുവിൻ്റെ രൂപമാണ് ശരിക്കും പറയുമ്പോൾ ഈ ഒരു ഗാനത്തിലൂടെ അദ്ദേഹം ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് തന്നെയായിരുന്നു പറയാം. അതെ, അത് ജീവിതം അത് തന്നെയായിരുന്നു രൂപം. അതെ അതെ. അപ്പോൾ അത് യേശു ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് കൊടുക്കുന്ന ഉത്തരമാണ് പ്രധാനമായിട്ടും ഇവിടെ ഈ ഗാനത്തിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വളരെ പ്രസിദ്ധമായ രണ്ട് വരികളകത്തുണ്ട്. കാരണം അരക്കാശിന് മുതലില്ലാതെ തലചായ്ക്കാൻ ഇടമില്ലാതെ 33.5 കൊല്ലം ഈ പാർത്തരത്തിൽ പാർത്തവനാണ് ക്രിസ്തു എന്നുള്ളത് ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള വളരെ പ്രകടവും അദ്ദേഹത്തിന് വളരെ പ്രഖ്യാതവുമായ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തമ്പുരാൻ്റെ വാസസ്ഥലം എവിടെയായിരുന്നു? വഴിയമ്പലമാണ്. ശയ്യാഗ്രഹം ഏതായിരുന്നു? അത് പുൽക്കൂടാണ്. അപ്പം ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ സവിശേഷതകളെ ഈ ഒരു ഗാനത്തിലൂടെ ആവിഷ്കരിച്ച് ശരിക്കും പറയുമ്പോൾ രൂപവർണ്ണനമല്ല, ഒരു ക്രിസ്തു ജീവിത വർണ്ണനമാണ്. അതെ, കർത്താവിൻ്റെ രൂപം എനിക്ക് എല്ലായ്പ്പോഴും സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ആ രൂപം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് രൂപത്തെക്കാൾ ഉപരിയായി നിൻ്റെ ജീവിതം, നിൻ്റെ ദർശനം, ഭാവം തന്നെ, അതെ ഭാവം തന്നെ എനിക്ക് ഏറ്റവും സന്തോഷമാണ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു പാട്ടാണ്. വളരെ ഡിവോഷണലായിട്ട് ധ്യാനാത്മകമായിട്ട് അദ്ദേഹം ആവിഷ്കരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പാടി നടക്കാവുന്ന ഏറ്റവും നല്ലൊരു ഗാനമായിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാൻ വെച്ചാൽ കേൾക്കാം. സന്തോഷ
ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വൈവിധ്യമുള്ള മറ്റ് ഗാനങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നുമെന്നോടെൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു.